ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ക്രാൻബെറിയെ കുറിച്ചാണ് അറിയാൻ പോകുന്നത്. പല ഡോക്ടേഴ്സും യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മളോട് എല്ലാവരോടും കഴിക്കാൻ പറയുന്ന ഒരു പഴമാണ് ക്രാൻബെറി. ക്രാൻബെറി അതിന് മാത്രം ഉപയോഗിക്കുന്നതാണോ എന്ന് നമുക്ക് നോക്കാം. മൂത്രനാളിയിലെ അണുബാധ ചികിത്സിക്കുന്നതിനും അത് വരുന്നത് തടയുന്നതിനും വേണ്ടിയാണ് ഇത് പലരും ഉപയോഗിക്കുന്നത്. ആരോഗ്യത്തിന്റെ കാര്യത്തില് ഇത് പല രീതിയിൽ ശരീരത്തിന് സഹായിക്കുന്നു എന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളും പ്രമേഹവും നിയന്ത്രിക്കുന്നു. 5 പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് ക്രാൻബെറി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. മൂത്രനാളിയിലെ അണുബാധ തടയുന്നു. അതോടൊപ്പം തന്നെ ഈ അണുബാധ ഇല്ലാതാക്കാൻ വേണ്ടി കൂടുതൽ യൂറിൻ പുറത്തേക്ക് ഒഴിവാക്കാൻ വേണ്ടി ക്രാൻബെറി സഹായിക്കുന്നു. പല സ്ത്രീകൾക്കും ഒരു ഏജ് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നാറുണ്ട്. അതിൽ നിന്നും ക്രാൻബെറി നിങ്ങളെ സംരക്ഷിക്കുന്നു. അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി നിങ്ങളുടെ അരക്കെട്ടിന് രൂപഭംഗി നിലനിർത്താൻ സഹായിക്കുന്നു. അതോടൊപ്പം ശരീരത്തിന് വേണ്ട രീതിയിലുള്ള ശരീരഭാരം നിലനിർത്തുന്നു. എന്നാൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അത് നിലകൊള്ളുന്നത്. നിങ്ങൾക്ക് കട്ടി കുറഞ്ഞ മുടിയാണ് എങ്കിൽ ആ മുടി കൊഴിഞ്ഞു പോകുന്നത് തടയാൻ ക്രാൻബെറി നിങ്ങളെ സഹായിക്കുന്നു. ക്രാൻബെറി നിങ്ങളുടെ മുടിയിഴകളെ ശക്തിപ്പെടുത്തുകയും കട്ടിയുള്ളതാക്കി മാറ്റുകയും ചെയ്യുന്നു. ക്രാൻബെറി നിങ്ങളുടെ ശരീരത്തിലെ പേശികളുടെ വേദന നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഉയർന്ന കൊളസ്ട്രോൾ ഹൃദയത്തിന് ദോഷം ചെയ്യുന്നു. ആ കൊളസ്ട്രോൾ കുറയ്ക്കാൻ ക്രാൻബെറി നിങ്ങളെ സഹായിക്കുന്നു. ക്രാൻബെറി ചീത്ത LDL കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു. ഹൃദ്രോഗം, ക്യാൻസർ അങ്ങനെ പലതരം അസുഖങ്ങളിൽ നിന്ന് നമ്മളെ ക്രാൻബെറി സംരക്ഷിക്കുന്നു. ക്രാൻബെറി കഴിക്കുന്നത് ബ്രെയിനിന്റെ പവർ കൂട്ടാൻ നല്ലതാണ്. സൗന്ദര്യം സംരക്ഷിക്കുവാനും ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുവാനും ലെൻസ് പവർ കൂട്ടുവാനും അൾസർ രോഗം ഉള്ളവർക്കും മോണരോഗം ഉള്ളവർക്കും ഇത് കഴിക്കുന്നത് നല്ലതായിരിക്കും.